ഹലോ ഗൈസ്, ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം Q&A ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ റിപ്ലൈ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലും എൻ്റെ പെർസ്പെക്റ്റീവ് നിന്നായിരിക്കും എൻ്റെ ആൻസേഴ്സൊക്കെ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അനിയത്തി +1 പഠിക്കുകയാണ്. അപ്പോൾ ഓള് വായിക്കും, ഞാൻ അതിനുള്ള ആൻസർ ഈ വീഡിയോയിലൂടെ റിപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവും, അതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഇയേഴ്സ് ഓഫ് വർക്കൗട്ട്? ഞാൻ +2 പഠിക്കുമ്പോഴാണ് ഫസ്റ്റായിട്ട് ജിമ്മിൽ പോകുന്നത്. അപ്പോൾ അന്ന് ഞാൻ പോയപ്പോൾ 2 മാസം വർക്കൗട്ട് ചെയ്ത് പിന്നെ ഞാനത് നിർത്തി. പിന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് പിന്നെ ജോയിൻ ചെയ്ത്. അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ കഴിഞ്ഞ് ഇപ്പോൾ 2 ഇയർ കഴിഞ്ഞ്, അതായത് ഇപ്പോൾ 3 ഇയർ ആവാൻ പോകുന്നു. ഹെയർ കട്ട് ഏതാ? ഹെയർ കട്ട് ഞാൻ ലെയർ കട്ടാണ് ചെയ്തത്. പിന്നെ വോൾഫ് കട്ടാണ് വിചാരിച്ചത്, പക്ഷേ ലെയർ കട്ടാണ് അടിച്ചത്. എഗ് ആൻഡ് ചിക്കൻ ഓൺലി? അതെ, എഗ് ആൻഡ് ചിക്കനും പിന്നെ സോയാബീൻ, കടല, ചെറുപയർ അങ്ങനത്തെ ഫുഡൊക്കെയാണ് കഴിക്കല്. ഹൗ ടു റെഡ്യൂസ് ചിൻ ഫാറ്റ്? ചിൻ ഫാറ്റിന് നമ്മളെ ഫേഷ്യൽ എക്സസൈസ് ഉണ്ട്, അല്ലെങ്കിൽ ഫേസ് യോഗ എന്ന് പറയുന്നത്. അത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കുക. അപ്പോൾ ഓൾറെഡി ഉള്ള ഫാറ്റൊക്കെ ഒന്ന് കുറയും. പിന്നെ വർക്കൗട്ടും കൂടി ചെയ്യുമ്പോൾ ഫാറ്റ് മൊത്തത്തിൽ കുറയും. അപ്പോൾ ഇവിടെ ജോലൈൻ വിസിബിൾ ആയി തുടങ്ങും. ചേച്ചി, കോമ്പറ്റീഷൻസിന് ഇറങ്ങാൻ എത്ര എക്സ്പെൻസ് ആവുമെന്ന് പറയൂ. ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം വീഡിയോയുടെ അവസാനം ഗസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് പറ്റിക്കാണ്. പ്ലീസ് ചേച്ചി ഒന്ന് പറട്ടെ. എനിക്ക് എക്സ്പെൻസിൻ്റെ കാര്യത്തിൽ ഞാനത് റെക്കോർഡ് ചെയ്യലൊന്നുമില്ല. പിന്നെ ഡെയിലി ഇപ്പോൾ കോമ്പറ്റീഷൻ അടുപ്പിച്ച് ഞാൻ ഡെയിലി ഒരു 10-15 കോഴിമുട്ടേൻ്റെ എഗ് വൈറ്റ് മാത്രം. പിന്നെ ചിക്കൻ ആണെങ്കിൽ ഒരു ബ്രസ്റ്റ് പീസ് ഇല്ലേ, അതോ അല്ലെങ്കിൽ 300 ഗ്രാം അളന്നിട്ടൊക്കെ കഴിക്കൽ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പ്രോട്ടീൻ്റെ സോഴ്സ് ആയിട്ട് എടുത്തത്. പിന്നെ സാധാ കുക്കുംബേഴ്സ്, കാബേജ്, ക്യാരറ്റ് അങ്ങനത്തെ വെജീസും കൂടി ഉൾപ്പെടുത്തും. പക്ഷെ വെജീസ് കുറവാണ്, അപ്പോൾ വെജീസ് കുറഞ്ഞാലും പ്രശ്നമാണ്. വാട്ട് ഈസ് യുവർ ഹൈറ്റ്? ഹൈറ്റ് 163 സെൻറ്റിമീറ്റർ. ആഫ്റ്റർ 20s ഇങ്ങനെ ഒരു ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുമോ? ആൻഡ് ഐ ഹാവ് 2 കിഡ്സ് ഓൾസോ. യെസ്, ഓഫ് കോഴ്സ്. ഇഫ് യു കൺസിസ്റ്റൻ്റ്ലി ഗോ ടു ദ ജിം ആൻഡ് വർക്ക് ഔട്ട് ഡെയിലി യു ക്യാൻ ചേഞ്ച് യുവർ ബോഡി. ഏത് ജിമ്മിലാണ്? കൾട്ട് ഫിറ്റ്നസ്. ക്യാൻ യു ഡു എ വീഡിയോ അബൌട്ട് യുവർ ഡെയിലി ഡയറ്റ് ചേച്ചി? അത് ഞാൻ ശ്രമിക്കാം. ആൻഡ് എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് വലിയ ശീലമല്ല. അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ ഓരോരോ മിസ്റ്റേക്സൊക്കെ വരുത്തി. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നതിലും ഓരോരോ മിസ്റ്റേക്സ് വരും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള പെൺകുട്ടികൾക്ക് മസിൽസ് അങ്ങനെ വരത്തില്ലെന്നാ. ചേച്ചിയുടെ ഒപ്പീനിയൻ എന്തുവാ? ഇസ് ഇറ്റ് പോസിബിൾ? അങ്ങനെയാണെങ്കിൽ എത്ര ഇയേഴ്സ് എടുക്കും? നാച്ചുറലി ബിൽഡ് ചെയ്യാൻ പറ്റുമോ വിത്തൗട്ട് യൂസിങ് സപ്ലിമെൻറ്റ്സ്? വിത്തൗട്ട് യൂസിങ് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോട്ടീൻ കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാം ഡയറ്റിൽ. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്താൽ ഒരുവിധം മസിൽസൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ലേഡീസിന് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറവായതിനാൽ കുറച്ച് പണി ആണ്, മീൻസ് മസിൽ ബിൽഡ് ചെയ്യാന്ന് പറയുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഒന്നും മസിൽ ബിൽഡായിട്ട് കിട്ടണമെന്നില്ല. ചിലവർക്കൊരു ജെനറ്റിക്സ് പോലെ ഉണ്ടാവും. അപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ ജെനറ്റിക്സ് ഇല്ലെങ്കിലും ഒരു 2 ഇയർ അല്ലെങ്കിൽ 1 ഇയറിൻ്റെ മുകളിലൊക്കെ വർക്കൗട്ട് ചെയ്യേണ്ടി വരും ഒരു മസിലൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ എൻ്റെ ഒരു കേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 1 ഇയറൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് റിസൾട്ട് വന്ന് തുടങ്ങിയത്. ഡു യു ഹാവ് ഹെയർ ഫാൾ? വിച്ച് ഷാമ്പു ഡു യു യൂസ്? ഹെയർ ഫാൾ ഉണ്ടോ ചോദിച്ചാൽ ഞാൻ ശ്രദ്ധിക്കില്ല. ഷാമ്പൂ എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള ഷാമ്പൂ, അതിപ്പോൾ അങ്ങനെ ഷാമ്പൂ ഒന്നുമില്ല, ഏത് ഷാമ്പൂ വേണമെങ്കിലും യൂസ് ചെയ്യും. ചേച്ചി കോഴിക്കോട് എവിടെയാണ്? കോഴിക്കോട് ഞാൻ ബാലുശ്ശേരി നന്മണ്ട 13 എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഓക്കെ. ചേച്ചി ജിമ്മിലിടുന്ന ഡ്രസ്സൊക്കെ ചേച്ചിയെ കെട്ടാൻ പോകുന്ന ചേട്ടന് ഇഷ്ടമാണോ? ജിമ്മിലിടുന്ന ഡ്രസ്സ് കണ്ടിട്ട് നാട്ടുകാർ ഫാമിലിയൊക്കെ എന്ത് പറഞ്ഞു? ഞാൻ ഡ്രസ്സ് ജഡ്ജ് ചെയ്തല്ല കേട്ടോ. ജിമ്മിൽ ഞാൻ നമ്മൾ പോസ്റ്റിലും വീഡിയോസിലും ഇടുന്ന ഡ്രസ്സ് പോലത്തെ ഡ്രസ്സൊന്നുമല്ല ഇടാറ്. അപ്പോൾ ജിമ്മിൽ ഞാൻ ജേഴ്സിയോ അല്ലെങ്കിൽ പാൻറ് അങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് ഇടൽ. പിന്നെ എൻ്റെ പാർട്ട്ണറിന് അത് പ്രശ്നമൊന്നുമില്ല. പിന്നെ നാട്ടുകാർ, വീട്ടുകാർ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ആരും അങ്ങനെ ഇതുവരെ നെഗറ്റീവ് കമൻസ് ഒന്നും പറഞ്ഞിട്ടുമില്ല, അതുകൊണ്ട് പ്രശ്നമല്ല. പിന്നെ കോമ്പറ്റീഷൻ ഇറങ്ങുമ്പോൾ അതിൻ്റെതായ രീതിക്ക് ഇറങ്ങണം. അല്ലാണ്ട് ഞാനിപ്പോൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടാൽ എൻ്റെ മസിൽസ് ഒന്നും വിസിബിൾ ആവില്ല, പിന്നെ കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആ വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഷോർട്സും സ്പോർട്സ് ബ്രയും യൂസ് ചെയ്തത്. ഓക്കെ. ചേച്ചി ഏജ് ആൻഡ് ഇപ്പോൾ പഠിക്കുവാണോ അതോ ജോബാണോ? എനിക്കിപ്പോൾ 21 വയസ്സാണ്. ഡിഗ്രി BCom ആയിരുന്നു.
പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ SSCൻ്റെ കോച്ചിങ്ങിന് പോയി 6 മാസം. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ കോമ്പറ്റീഷൻ്റെ തിരക്കൊക്കെ അതിനെക്കൊണ്ട് ഇപ്പോൾ പഠിത്തമൊക്കെ ഒരു സൈഡായി നിൽക്കുകയാണ്. ചിക്കനും മുട്ടയും മാത്രമേ കഴിക്കൂ, ജ്യൂസ് ഒന്നും കുടിക്കില്ലേ? ഒരു ദിവസത്തെ ഫുഡ് എങ്ങനെയാണ്? ജ്യൂസൊക്കെ കുടിക്കും. അപ്പോൾ കോമ്പറ്റീഷൻ അടുപ്പിച്ചാണ് ചിക്കനും കോഴിമുട്ടയും മാത്രമായത്. അപ്പോൾ എൻ്റെ മെയിൻ പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത് ആ ഫുഡിൽ നിന്നായിരുന്നു. വേറെ പ്രോട്ടീൻ പൗഡറോ ക്രിയാറ്റിനോ അതൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല. പിന്നെ അച്ഛനോട് വെറുതെ പറഞ്ഞ് വാങ്ങിപ്പിക്കാനും നിന്നില്ല. കാരണം എനിക്ക് എന്താ പറയുക, സ്പോൺസറായിട്ട് കിട്ടുകയാണെങ്കിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ക്യാൻ യു ഡു എ വീഡിയോ അബൌട്ട് യുവർ ഡെയിലി ഡയറ്റ് ചേച്ചി? ഡെയിലി ഡയറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ലോങ് ഫോം വീഡിയോസ് ഇടുള്ളൂ. അല്ലാണ്ട് ഞാൻ ഷോർട്സ് മാത്രമാണ് ഇടല്. പിന്നെ പറഞ്ഞിട്ടുണ്ട് എടാ ഫുൾ ബോഡി ബിൽഡിംഗ് ജേർണി ഒരു ലോങ് വീഡിയോ ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഫുൾ ബോഡി ബിൽഡിംഗ് ജേർണി ഒരു ലോങ് വീഡിയോ ചെയ്യാം. ഓക്കെ. ബൾക്കിംഗ് ഓർ കട്ടിങ്? ഇപ്പം ഞാൻ കോമ്പറ്റീഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ബൾക്കിങ്ങും അല്ല കട്ടിങ്ങും അല്ല. പക്ഷെ ഇപ്പോൾ ഉള്ളൊരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കോമ്പറ്റീഷൻ ഞാൻ ഇപ്പോൾ അതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു നാച്ചുറൽ കോമ്പറ്റീഷൻ ഇറങ്ങി നോക്കാം. ഫാമിലി ഫുൾ സപ്പോർട്ടാണോ ഈ പ്രൊഫഷനോട്? ആണേലും അല്ലേലും കുട്ടി സൂപ്പറാണ് കിട്ടും. ഫാമിലി സപ്പോർട്ടാണോ വെച്ചാൽ ഫാമിലി നല്ല സപ്പോർട്ടാണ്. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവരും സപ്പോർട്ടാണ്. സ്ക്വാട്ട്, ഡെഡ്, ബെഞ്ച് എത്ര ലിഫ്റ്റ് ചെയ്യും? സ്ക്വാട്ട് ഒരു 60 മാക്സിമം അത്രയ്ക്കേ പറ്റൂ. ഡെഡ് ലിഫ്റ്റ് ആണെങ്കിൽ പണ്ട് ഞാനൊരു 80 ഒക്കെ ഒരു റെപ്പൊക്കെ എടുക്കേനു. ഇപ്പം ഞാൻ 50, അങ്ങനെ 15, 12, 10 അങ്ങനെയൊക്കെ എടുക്കല്. ഹൗ മച്ച് പുഷപ്സ് ഇൻ വൺ സെറ്റ്? ഒരു സെറ്റിൽ ഒരു 25 പുഷപ്പ്. കല്യാണത്തിന് വിളിക്കില്ലേ? കല്യാണം ഈ അടുത്തൊന്നും ഉണ്ടാവില്ല. കാരണം ഈ അടുത്ത് കഴിഞ്ഞത് പെണ്ണ് കാണലാണ്. അപ്പോൾ കല്യാണം ഇനി ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള ടിപ്സ് പ്ലീസ്. ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള ടിപ്സും ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. താമരശ്ശേരിയിൽ എവിടെയാ? താമരശ്ശേരി അല്ല എൻ്റെ വീട്, ബാലുശ്ശേരിയാണ്. ബാലുശ്ശേരി നന്മണ്ട. വെയിറ്റ് എനിക്കിപ്പോൾ ഉള്ളത് 55 കിലോ. ഞാൻ കോമ്പറ്റീഷൻ ഇറങ്ങിയ ടൈമിൽ 52 പിന്നെ കോമ്പറ്റീഷനിൽ ലേഡീസിൻ്റെ വെയിറ്റ് നോക്കല്ല, വെയിറ്റും നോക്കൂല, ഏജും നോക്കൂല, ഓപ്പൺ കാറ്റഗറിയാണ്. അപ്പോൾ എൻ്റെ കൂടെ മത്സരിക്കാൻ ഏത് ഏജ് ഉള്ളവർക്കും പറ്റും. ഹു ഈസ് യുവർ മോട്ടിവേഷൻ? ഡിസിപ്ലിൻ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് എൻ്റെ മോട്ടിവേഷൻ. ഞാൻ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോവുക, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളൊരു ഇത് വന്നു. അറ്റ് വാട്ട് ഏജ് യു സ്റ്റാർട്ടഡ് ലിഫ്റ്റിംഗ്? കറക്റ്റ് പറയുകയാണെങ്കിൽ 19 years old. ഇപ്പം എനിക്ക് 21. യുവർ ഡെയിലി ഡയറ്റ് ആൻഡ് എക്സ്പെൻസസ്? ഡെയിലി ഡയറ്റ് എക്സ്പെൻസസ് ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല, കാൽക്കുലേറ്റ് ചെയ്തില്ല. എന്നാലും മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ കുറവാണ്. ബാക്കിയുള്ളവരെ അരി നല്ല ഹ്യൂജ് എക്സ്പെൻസസ് ഒന്നുമില്ല. നമ്മൾ സാധാ ഫുഡിൻ്റെ ആ എക്സ്പെൻസ് തന്നെ. വാട്ട് ആസ് യുവർ കോൺസ്റ്റൻറ്റ് മോട്ടിവേഷൻ ഫോർ കോമ്പറ്റീഷൻ പ്രെപ്പ് വിത്തൗട്ട് എനി സപ്പോർട്ട്? അത് എന്താ വെച്ചാൽ നാച്ചുറലായിട്ട് നമുക്ക് ബോഡി ബിൽഡിങ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ തെളിയിച്ച് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഒരു നാച്ചുറൽ കോമ്പറ്റീഷനിൽ ഇറങ്ങുന്നതായിരിക്കും. പക്ഷേ നാച്ചുറൽ കോമ്പറ്റീഷൻ നല്ല എക്സ്പെൻസ് ആവും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് പറ്റാവുന്ന ബെസ്റ്റ് ഞാൻ അവിടെ കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് കിട്ടിയ പൊസിഷനിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഹു ഈസ് യുവർ എഡിറ്റർ? എഡിറ്റർ ഞാൻ തന്നെയാണ്. ഡെയിലി എത്ര ഗ്രാം പ്രോട്ടീൻ കഴിക്കും? കോമ്പറ്റീഷൻ്റെ ടൈമിൽ ഞാൻ എൻ്റെ ബോഡി വെയ്റ്റിൻ്റെ എന്താ പറയുക into 2 എന്നുള്ള രീതിയിലാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഒന്നും നോക്കല്ല. അപ്പം വീട്ടിലുണ്ടാക്കുന്ന എന്താണോ അതാണ് കഴിക്കൽ. പിന്നെ ഷുഗർ കട്ടാണ്, ഓയിലും കുറവാണ്. അടുത്ത കോമ്പറ്റീഷൻ എപ്പോഴാണ്? അടുത്ത കോമ്പറ്റീഷൻ പ്ലാൻ ചെയ്തില്ല. ലവ് ഫ്രം തമിഴ്നാട് ഫ്രണ്ട്സ്. വൺ ഡേ ഹൗ മച്ച് മുട്ട കഴിക്കും? ഇപ്പോൾ ഞാൻ 2-3 കോഴിമുട്ടയാണ് കഴിക്കാറ്. പക്ഷേ കോമ്പറ്റീഷൻ അടുപ്പിച്ച് ഒരു 10-15 കഴിക്കാൻ. ഫ്യൂ വേർഡ്സ് അബൌട്ട് യുവർ സക്സസ്. ഞാൻ ഇപ്പോൾ വലിയ പൊസിഷനിലൊന്നും എത്തിയില്ല, എന്നാലും കുറച്ച് സന്തോഷമുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ ആയല്ലോ, കുറച്ച് മാറ്റം, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നല്ലോ ലൈഫിന്. അപ്പോൾ അത് തന്നെ വലിയ കാര്യമാണ്. ഡു യു ടേക്ക് കോച്ചിങ് ക്ലാസ്സസ്? നോ, ഞാൻ പേഴ്സണലി ഒരു ട്രെയിനറല്ല. അപ്പോൾ ഞാൻ അതിന് എന്താ പറയുക ആപ്റ്റല്ല ഇങ്ങനെയൊക്കെ കോച്ചിങ് ക്ലാസ് എടുത്തു കൊടുക്കാൻ. ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഞാൻ ഇതാക്കിയിരുന്നു. ഇപ്പോൾ എനിക്ക് ഞാൻ ഇപ്പം പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. അത് ശരിയാവണമെന്നൊന്നുമില്ല. ഷോർട്സും ബ്രായും ഒക്കെ ഇട്ട് നിൽക്കുന്ന ഫോട്ടോ കണ്ട നാട്ടുകാർ കളിയാക്കില്ലേ? ഇതുവരെ ആരും കളിയാക്കിയില്ല.
ഈ കളിയാക്കിയാലും എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ വീട്ടുകാർക്കൊരു കുഴപ്പമില്ല, പിന്നെ എന്തിനാ നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ബോഡിയാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ടും ഫോട്ടോസായിട്ടും എൻ്റെ അക്കൗണ്ട് പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഒരു മോശവും ഞാൻ വിചാരിക്കുന്നില്ല. ഓൺലി ബോഡി ബിൽഡിംഗ് ഓർ എനി അതർ കോമ്പറ്റീഷൻ യു പാർട്ടിസിപ്പേറ്റ്? ഞാൻ ബോഡി ബിൽഡിങ് മാത്രമേ, പണ്ടൊക്കെ ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിനു. വാട്ട് അതർ ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻ ഈസ് ഗുഡ് ബൈ ഗോയിങ് ടു ജിം? ജിമ്മിൽ പോവുകയാണെങ്കിൽ നമുക്ക് തരാൻ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഡെഡ് ലിഫ്റ്റ് ഉണ്ട്, പവർ ലിഫ്റ്റിങ്, അങ്ങനെ ഓരോന്നുണ്ട്. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയില്ല, അപ്പോൾ എനിക്കത് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല. ഡു യു ഹാവ് എൻ എക്സ്പീരിയൻസ് ഓഫ് ഞരമ്പന്മാർ കമൻറ്റ് ഇൻ യുവർ ഡെയിലി ലൈഫ് ഫോർ ഇൻസ്റ്റ? ഞരമ്പന്മാർ മീൻസ് എങ്ങനെ, എന്താ പറയുക, നെഗറ്റീവ് കമൻസ് വരാറുണ്ട്. അതും ചെറിയ രീതിക്ക്. 1-2 ഫേക്ക് ഐ ഡി എന്നൊക്കെ ഓരോരുത്തർ എന്ത് ഷോ ആണോ അല്ലെങ്കിൽ പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിലുണ്ടാവും 1-2 എണ്ണം, പിന്നെ ഇൻസ്റ്റഗ്രാമിലും 1-2 എണ്ണം എപ്പോഴെങ്കിലും വന്നാലേ. അത് ഞാൻ വലിയ മൈൻഡാക്കല്ല, അതൊന്നും പ്രശ്നമില്ല. ജിമ്മിൽ പോയതിന് ശേഷം എത്ര കിലോ കൂടി? ജിമ്മിൽ പോയതിനു ശേഷം ഞാൻ വലുതായിട്ട് വലിയ മാറ്റമൊന്നും വന്നില്ല. കാരണം ഞാൻ പണ്ട് ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോഴും 55 കിലോ ആയിരുന്നു, ഇപ്പോഴും 55 കിലോ ആണ്. പക്ഷേ പണ്ട് എനിക്ക് മസിലില്ലേനും, പക്ഷെ ഇപ്പം എനിക്ക് മസിലുണ്ട്. അപ്പോൾ ഒരു ഷേപ്പിലേക്ക് ആവാൻ അത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ബോഡി റീകമ്പോസിഷനാണ് അവിടെ സംഭവിച്ചത്. ഇനി വേ ഒന്നും ചൂസ് ചെയ്യില്ലേ? ഓൾസോ അടുത്ത കോമ്പറ്റീഷന് ഇറങ്ങോ? വേ ക്രിയാറ്റിനൊക്കെ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും സ്പോൺസറും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്യും. അല്ലാണ്ട് അച്ഛൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് ഫണ്ടൊക്കെ ഇറക്കിയിട്ട് ഞാൻ അത് ട്രൈ ചെയ്യില്ല. നമുക്ക് കോഴിമുട്ടയും ചിക്കനൊക്കെ മതി. എത്ര നാളെടുത്തു ബോഡി സെറ്റ് ആകാൻ? ബോഡി ബിൽഡ് ചെയ്യാൻ നോക്കണ ആൾക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കുക? കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോവുക, അതാണ് ഏറ്റവും വലിയ അഡ്വൈസ്. പിന്നെ അതുപോലെ തന്നെ നല്ല ഉറക്കം, പിന്നെ ഡയറ്റ്, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങളെ ബോഡി നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ലവ് മാരേജ് ആണോ ഓർ പെട്ടെന്ന് കിട്ടിയ അറേഞ്ച്ഡ് മാരേജ് ആണോ? ലവ് മാരേജ് പറഞ്ഞാൽ ലവ് ആൻഡ് വെൽ അറേഞ്ച്ഡ്. ലവ് ആൻഡ് അറേഞ്ച്ഡ് ആണ്. അപ്പോൾ ഞാൻ ജിമ്മിൽ നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ വീട്ടിലൊക്കെ പറഞ്ഞ്, അപ്പോൾ വീട്ടുകാരും ഓക്കെ ആയി. പിന്നെ അത് ഒരു പെണ്ണ് കാണൽ കഴിഞ്ഞു. ഇനി എൻഗേജ്മെൻറ്റ് 1-2 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കല്യാണം കുറേ വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. വൈ ഡിഡ് യു ഡിസൈഡ് ടു മെയിൻറ്റെയിൻ യുവർ ബോഡി? കാരണം എൻ്റെ ബോഡിയിൽ വരുന്ന മാറ്റം അതിൻ്റെ കോൺഫിഡൻസിനെ റിഫ്ലക്റ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ അങ്ങനെ ജിമ്മിൽ പോയി തുടങ്ങി, എൻ്റെ ബോഡിയിൽ മാറ്റം വരുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് കൂടാൻ തുടങ്ങി. അപ്പോൾ അത് എനിക്കൊരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോകാൻ തുടങ്ങി. പൊറോട്ട ബീഫ് കോംബോ ഇഷ്ടമാണോ? പൊറോട്ട ബീഫൊക്കെ ഞാൻ പണ്ട് കഴിക്കലുണ്ട്, ഇപ്പോൾ കുറവാണ്. ബീഫ് നല്ലതാണ്, പക്ഷേ പൊറോട്ട ഈസ് അൺഹെൽത്തി. ഞാൻ ഇപ്പോൾ ഹെൽത്തി ഫുഡാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. 12th മാർക്ക് എന്ന് വെച്ചാൽ ഫുൾ A+ ആയിരുന്നു. ഏതൊരിടത്ത്? ഞാൻ എടുത്തത് കൊമേഴ്സ് ആയിരുന്നു. വാട്ട് മെയ്ഡ് യു ടു ചൂസ് ബോഡി ബിൽഡിംഗ് ആസ് എ ഗേൾ നൗ? ഞാൻ ശരിക്കും ബോഡി ബിൽഡിങ്ങിൽ മത്സരിക്കണമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ കഴിഞ്ഞ കൊല്ലം എന്നോട് എൻ്റെ ട്രെയിനർ അഖിലേഷ് ഏട്ടനുണ്ട് ജിമ്മിലുള്ള, അപ്പോൾ മൂപ്പര് പറഞ്ഞു എന്നോട് കോമ്പറ്റീഷൻ ഇറങ്ങാൻ. പക്ഷെ അന്ന് ഞാൻ കോൺഫിഡൻ്റ് അല്ലേനു. പക്ഷെ അന്ന് ഞാൻ കോമ്പറ്റീഷൻ കാണാൻ പോയി, അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കാട്ടും ഫിസിക്കൊന്നും ഇല്ലാത്തൊരു കോമ്പറ്റീഷനിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അടുത്ത കൊല്ലം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്തായാലും ഇറങ്ങി നോക്കൂ, എങ്ങനെ സംഭവങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാമല്ലോ. അങ്ങനെ ഒരു എക്സ്പീരിയൻസിന് ഇറങ്ങിയതാ. കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല, കിട്ടൂല എനിക്ക് ഉറപ്പായി. ആർ യു ഇൻട്രസ്റ്റഡ് ബോക്സിംഗ്? ഐ ആം എ ബോക്സർ ആൻഡ് ഐ ആം ഓൾസോ ഫ്രം ബാലുശ്ശേരി. ബോക്സിംഗ് എന്ന് പറയുമ്പം ഞാൻ എല്ലാത്തിനും പോയി നിർത്തുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബോക്സിങ്ങിന് പോയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുമെന്ന് അറിയില്ല. അപ്പോൾ ജിമ്മാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ പോകുന്നത്. അത് ഇനിയിപ്പോൾ നാളെ നിർത്തുമോന്നും പറയാൻ പറ്റില്ല. നിർത്താണ്ട് അങ്ങനെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. Why no supplement seems like a stupid move to me? At least take creatine, it's good for brain. അതെ, ക്രിയാറ്റിൻ്റെ ബ്രെയിന് നല്ലതാണ്, അത് എനിക്കും അറിയാം. അപ്പോൾ ഞാൻ പിന്നെ ഫണ്ടില്ലാത്തതുകൊണ്ടും പിന്നെ എന്താ പറയുക, ആരെയും സ്പോൺസർ കിട്ടുമെന്ന് വിചാരിച്ചിട്ടും അല്ല, സ്പോൺസർ കിട്ടല്ല, ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അതൊന്നും എടുക്കാണ്ട് നിൽക്കുന്നത്. Share some of your favorite food or recipes that won't tire you eating with maybe some vegetarian protein. എനിക്ക് പനീർ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എഗ്ഗിനെ കൊണ്ട് എന്തെങ്കിലും ഡിഷൊക്കെ ഉണ്ടാക്കി പിന്നെ ചീസൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടം. അതൊക്കെയാണ് ഞാൻ അധികം തിന്നാറ്. ദിവസവും എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ട്? ഞാനൊരു 7 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കലുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം 8 മണിക്കൂർ കിടന്ന് ഉറങ്ങുന്ന. കാരണം അന്നപ്പോഴാണ് ഒന്ന് എനർജൈസ്ഡ് ആയിട്ട് തോന്നൽ. പക്ഷേ ഇപ്പം എനിക്ക് ഈയിടെയായിട്ട്
അങ്ങനെ ഉറങ്ങാൻ പറ്റാറില്ല. കാരണം കോമ്പറ്റീഷൻ്റെ ടൈമിൽ ഞാൻ ലേറ്റ് ആയിട്ടാണ് കിടക്കല്. അപ്പോൾ ആ ഒരു ശീലം തന്നെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണം. ഇതിൽ കൂടുതൽ കമൻറ്റ്സ് വരുന്നത് ഒന്ന് എന്താ പറയുക ഡയറ്റിനെ കുറിച്ചാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഡയറ്റിനെ കുറിച്ചിടും. അപ്പോൾ ഡയറ്റിൻ്റെ വീണ്ടും ഇവിടെ വായിക്കുന്നില്ല. പിന്നെ 1 month ഫുഡ് എക്സ്പെൻസ് അത് ഞാൻ പറഞ്ഞില്ലേ, കാൽക്കുലേറ്റ് ചെയ്തില്ല. ഓക്കെ, പിന്നെ ചെറിയ പൈസയുള്ളൂ. വ്ളോഗിങ് എക്സ്പാൻഡ് ചെയ്യുന്നു ലൈക്ക് സാറ സഫാറി ഓർ ഫെയ്ത്ത് ഓഡ്വേ ഫോർ സിന്നർ. അത് ഞാൻ പ്ലാൻ ചെയ്തില്ല. പക്ഷേ ഞാനിപ്പോൾ സംസാരിക്കാൻ കോൺഫിഡൻ്റ് ആയിട്ട് വന്നാൽ എനിക്ക് ഇതുപോലത്തെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് വീഡിയോസ് ഇടാനാണ് താല്പര്യം. അപ്പോൾ എന്താ പറയുക, നിങ്ങളെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ഞാനത് കണ്ടിന്യൂ ചെയ്യും. നമ്മൾ കാരണം വേറുള്ളവർക്കും കുറച്ച് ഉപകാരം ഉണ്ടാവണമല്ലോ. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ശ്രമിക്കും. ഡിന്നർ ഗുഡ് ഫുഡ് സജഷൻസ്. ഡിന്നർ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു 7 ടൈമിലൊക്കെ കഴിക്കുക. കാരണം ഉറങ്ങുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ബോഡിക്ക്. ലാസ്റ്റത്തെ മീൽ ഒരിക്കലും ഒരു ഹെവി ആയിട്ടുള്ള ഫുഡ് ആവരുത്. അതുപോലെ തന്നെ ജങ്ക് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങളെ ബോഡിക്ക് നല്ലത്. ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾക്ക് പല മാറ്റങ്ങളും വരുന്നതാണ്. ഹൗ യങ് ആർ യു? 21 years. സുഖല്ലേ? സുഖാണ്. ഡു മോർ ഗെറ്റ് വിത്ത് മീ. ഞാൻ ശ്രമിക്കുന്നതാണ്. ഒരു വീഡിയോ കഷ്ടിച്ച് റീച്ച് ആക്കി. എന്നപ്പോൾ അടുത്ത വീഡിയോ ട്രൈ ചെയ്ത് നോക്കാം. വയറ് കുറച്ചത് എങ്ങനെയെന്ന് പറയൂ. വയറ് കുറച്ചത് ബോഡി ഫാറ്റ് കുറഞ്ഞപ്പോഴാണ് ഗ്യാപ്സ് ഒക്കെ വിസിബിൾ ആയി തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ ഡെയിലി നടക്കാൻ പോവേനും. അപ്പോൾ അറൗണ്ട് ഒരു 20 days പ്ലസ് ഞാൻ നടക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 1 hour വെച്ച് ഡെയിലി രാവിലെ വെറും വയറ്റിൽ നടക്കും. അപ്പോൾ നടക്കുമ്പോൾ നമ്മളെ ബോഡി ഫാറ്റ് കുറയുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോട്ടീനുള്ള ഫുഡ് കഴിക്കുക, പിന്നെ നല്ലോണം മൂവ് ചെയ്യുക. അപ്പോൾ അതിപ്പോൾ വർക്കൗട്ട് ആണെങ്കിലും നടത്താണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ബോഡി ഫാറ്റ് കുറച്ചുകൊണ്ടുവന്നാൽ നമ്മളെ വയറും കുറയും. ചേച്ചി ഈ ദിവസം വരെ എത്തി നിൽക്കുമ്പോൾ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഫ്രം ദി ബിഗിനിങ് ടു ദിസ് മൊമെൻറ്റ് ദാറ്റ് ജേർണി എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ എന്താ പറയുക, സെൽഫായിട്ട് തന്നെ പ്രൗഡായിട്ട് തോന്നുന്നു. കാരണം ഞാൻ ഇത്രയും ഹാർഡ് ഡേയ്സിലൂടെ പോയിട്ടുണ്ടെങ്കിലും എനിക്കിപ്പോൾ നിൽക്കുന്നൊരു പൊസിഷനിൽ നിന്ന് ബാക്കോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഒരുപാട് ചേഞ്ചായി. അപ്പോൾ പണ്ടത്തെ ഒരാളെ അല്ല, പണ്ട് ഒരു സാധാ നോർമൽ ഗേൾ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് എന്താ പറയുക, എന്തൊക്കെയൊക്കെയോ ചേഞ്ച് വന്ന പോലെ തോന്നുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കുറേയൊക്കെ റിപ്പീറ്റഡ് അല്ല ക്വസ്റ്റ്യൻ ആണ്, അതൊക്കെ സ്കിപ്പ് ചെയ്ത്. ഏജ് എത്രയാ, പിന്നെ ലവ് മാരേജ് ആണോ, അങ്ങനെ സ്കിപ്പ് ചെയ്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും വിചാരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വീഡിയോ ഡയറ്റിൻ്റെ ഇറക്കുന്നതായിരിക്കും. ഡയറ്റിൻ്റെ ഞാൻ നോക്കിയിട്ട് ഇറക്കാം. ആൻഡ് സൈനിങ് ഔട്ട്, സോന. ബൈ.